ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിടയം. കാർപ്പിടയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ LDCയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം 2020 മുതൽ ഈ 2024 നടന്ന എക്സാം വരെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാണ്. അതുപോലെ പ്രാവശ്യത്തെ കട്ട് ഓഫിൻ്റെ സാധ്യത, ആ കാലഘട്ടത്തിലെ കട്ട് ഓഫ്, ഈ കഴിഞ്ഞ 2022 നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് എത്ര വരെ ആളുകൾക്ക് നിയമനം ലഭിക്കാൻ സാധ്യതയുണ്ട്, അതെങ്ങനെയായിരിക്കും 2024 ലിസ്റ്റിനെ ബാധിക്കാൻ പോവുക, എത്ര പേർക്ക് മെയിൻ ലിസ്റ്റിൽ പ്രതീക്ഷിക്കാം, എത്ര കട്ട് ഓഫ് വരാം, ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. കട്ട് ഓഫ് ഒരിക്കലും നമ്മൾ വലിയൊരു രീതിയിൽ ഇടുന്നില്ല. PSC ചിലയിടങ്ങളിൽ അഡ്വൈസ് കുറയുന്നതിനനുസരിച്ച് ആളുകളെ കുറക്കുന്നുണ്ട്, പക്ഷേ അഡ്വൈസ് ഉള്ള സ്ഥലങ്ങളിൽ ആളുകളെ കുറക്കുന്നില്ല. മുൻപത്തെ ലിസ്റ്റിനനുസൃതമായിട്ട്, അഡ്വൈസിനനുസൃതമായിട്ടാണ് ഇപ്പോൾ PSC ആളുകൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലും ലിസ്റ്റ് വലുതായിട്ട് കുറയുമെന്ന് വിചാരിക്കേണ്ട. ചില ജില്ലകളിൽ വലുതായിട്ട് മാറ്റം വരും, അവിടെ കട്ട് ഓഫിൽ മാറ്റം വരും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കോമ്പറ്റീഷൻ ഒരു ഘടകമാണ്, അത് LDC പോലെ എക്സാമിന് വലുതായിട്ട് കൂടിയിട്ടുണ്ട്. സോ അതും ഇതിനെ ബാധിക്കും. സോ നമുക്കൊരു കോംപ്രഹെൻസീവായിട്ട് LDCൻ്റെ ഒരു യാത്ര ചെയ്യാം. എങ്ങനെയൊക്കെയായിരുന്നു, എത്ര ആളുകൾ എങ്ങനെയൊക്കെ എഴുതി, എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സോ തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റിൽ 2022 1438, കൊല്ലം 808, പത്തനംതിട്ട 571, ആലപ്പുഴ 704, കോട്ടയം 844, ഇടുക്കി 581, എറണാകുളം 1182, തൃശ്ശൂർ 1038, പാലക്കാട് 959, മലപ്പുറം 994, കോഴിക്കോട് 987, വയനാട് 372, കണ്ണൂർ 960, കാസർഗോഡ് 530. ഇങ്ങനെയാണ് മെയിൻ ലിസ്റ്റിലെടുത്ത ആളുകൾ. മൊത്തം ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തിരുവനന്തപുരം 2396, കൊല്ലം 1602, പത്തനംതിട്ട 1132, ആലപ്പുഴ 1390, കോട്ടയം 1686, ഇടുക്കി 1162, എറണാകുളം 2308, തൃശ്ശൂർ 2080, പാലക്കാട് 1886, മലപ്പുറം 2012, കോഴിക്കോട് 1979, വയനാട് 678, കണ്ണൂർ 1943, കാസർഗോഡ് 1064. ഇങ്ങനെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ അഡ്വൈസ് എത്ര പോയിട്ടുണ്ട് ഈ 2022 ലിസ്റ്റ് എന്ന് നോക്കാം. ഏകദേശം അതിനോട് ഇനി ഒരു 8 മാസത്തോളം ഉണ്ട് തോന്നുന്നു, 7-8 മാസത്തോളം ഉണ്ട്. സോ അതിനനുസരിച്ചായിരിക്കും അടുത്ത മാസത്തെ ലിസ്റ്റ്, അടുത്ത പ്രാവശ്യത്തെ ലിസ്റ്റ് ഇടാനുള്ള സാധ്യത. അഡ്വൈസ് തിരുവനന്തപുരം നോക്കിയാൽ 971, കൊല്ലം 619, ടോട്ടൽ അഡ്വൈസാണ് പറയുന്നത്. പത്തനംതിട്ട 390, ആലപ്പുഴ 540, കോട്ടയം 570, ഇടുക്കി 405, എറണാകുളം 863, തൃശ്ശൂർ 749, പാലക്കാട് 665, മലപ്പുറം 777, കോഴിക്കോട് 682, വയനാട് 307, കണ്ണൂർ 718, കാസർഗോഡ് 277. ഇങ്ങനെയാണ് അഡ്വൈസ് നടന്നത്. ഇതിൽ OC ടേണ് ഈഴവ മുസ്ലിം എങ്ങനെയാണ് നോക്കാം. തിരുവനന്തപുരം OC ടേണ് 622, ഈഴവ 667, മുസ്ലിം 871. കൊല്ലം OC ടേണ് 358, ഈഴവ 378, മുസ്ലിം 493. എല്ലാ കാറ്റഗറി എടുത്താലും വലിയൊരു ഡാറ്റ എന്നുള്ളതുകൊണ്ടാണ്. ഏകദേശം ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള കാറ്റഗറിയൊക്കെ, അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. ആലപ്പുഴയിലേക്ക് വന്നാൽ OCയിൽ 338, 338ാമത്തെ റാങ്ക് വരെ, ഈഴവ 343, മുസ്ലിം 677ാമത്തെ റാങ്ക് വരെ. കോട്ടയം എടുത്ത് നോക്കിയാൽ, കോട്ടയത്തേക്ക് വന്നാൽ 366, ഈഴവ 369, മുസ്ലിം 485. ഇടുക്കി നോക്കിയാൽ 287, ഈഴവ 295, മുസ്ലിം 383. അടുത്തത് എറണാകുളം എടുത്ത് നോക്കിയാൽ 586 ഓപ്പൺ കാറ്റഗറി, 601 ഈഴവ, 892 വരെ മുസ്ലിം കാറ്റഗറി. തൃശ്ശൂർ എടുത്ത് നോക്കിയാൽ 506 വരെ ഓപ്പൺ കാറ്റഗറി, 506 വരെ ഈഴവ, 981 വരെ മുസ്ലിം കാറ്റഗറി. പാലക്കാട് എടുത്ത് നോക്കിയാൽ 427 ഓപ്പൺ കാറ്റഗറി, 428 ഈഴവ, 645 വരെ മുസ്ലിം പോയിട്ടുണ്ട്. മലപ്പുറം എടുത്ത് നോക്കിയാൽ 524 വരെ ഓപ്പൺ കാറ്റഗറി, 525 വരെ ഈഴവ, 526 വരെ മുസ്ലിം കാറ്റഗറി പോയിട്ടുണ്ട്. കോഴിക്കോട് എടുത്ത് നോക്കിയാൽ 444 വരെ ഓപ്പൺ കാറ്റഗറി പോയി, 444 വരെ തന്നെയാണ് ഈഴവ, 628 വരെ റാങ്ക് വരെ മുസ്ലിം പോയി. വയനാട് 194 ഓപ്പൺ കാറ്റഗറിയിൽ 201 വരെ, ഈഴവ 317 റാങ്ക് വരെ മുസ്ലിം കാറ്റഗറിയിൽ പോയിട്ടുണ്ട്. കണ്ണൂർ എടുത്ത് നോക്കിയാൽ 458 വരെ ഓപ്പൺ കാറ്റഗറി, 456 വരെ ഈഴവ, 492 വരെ മുസ്ലിം കാറ്റഗറി. കാസർഗോഡ് എടുത്ത് നോക്കിയാൽ 165 വരെ ഓപ്പൺ കാറ്റഗറി, 379 വരെ ഈഴവ കാറ്റഗറി, 325 വരെ മുസ്ലിം കാറ്റഗറി. 2022 എത്ര വരെ അഡ്വൈസ്? 971 ആണ്. അത് തിരുവനന്തപുരത്ത് 1300 വരെ പ്രതീക്ഷിക്കും.
619 കൊല്ലം ജില്ലയിൽ 850 വരെ പ്രതീക്ഷിക്കാം. 390 പത്തനംതിട്ടയിൽ 500 വരെ പ്രതീക്ഷിക്കാം. 540 വരെയുള്ള ആലപ്പുഴയിൽ 750 വരെ പ്രതീക്ഷിക്കാം. 570 കോട്ടയത്ത് 780 വരെ പ്രതീക്ഷിക്കാം. 405 വരെയുള്ള ഇടുക്കിയിൽ 550 വരെ പ്രതീക്ഷിക്കാം. 863 എറണാകുളത്ത് 1200 വരെ പ്രതീക്ഷിക്കാം. 749 വരെയുള്ള തൃശ്ശൂർ ജില്ലയിൽ 1030 വരെ പ്രതീക്ഷിക്കാം. 665 വരെയുള്ള പാലക്കാട് 900 വരെ പ്രതീക്ഷിക്കാം. 777 മലപ്പുറത്ത് 1050 വരെ പ്രതീക്ഷിക്കാം. 682 കോഴിക്കോട് 950 വരെ പ്രതീക്ഷിക്കാം. 307 വയനാട് 400 വരെ പ്രതീക്ഷിക്കാം. 718 കണ്ണൂർ 1000 വരെ പ്രതീക്ഷിക്കാം. 277 കാസർഗോഡ് 350 വരെ പ്രതീക്ഷിക്കാം. സോ ഇതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഇനി OC ടേണിൽ എത്ര വരെ പോകുമെന്ന് നോക്കിയാൽ തിരുവനന്തപുരം 860 വരെ പോവാം, കൊല്ലം 500 വരെ പോവാം, പത്തനംതിട്ട 400 വരെ പോവാം, ആലപ്പുഴ 460 വരെ പോവാം, കോട്ടയം 500 വരെ പോവാം, ഇടുക്കി 400 വരെ പോവാം, എറണാകുളം 800 വരെ പോവാം, തൃശ്ശൂർ 700 വരെ പോവാം, പാലക്കാട് 580 വരെ പോവാം, മലപ്പുറം 720 വരെ പോവാം, കോഴിക്കോട് 610 വരെ പോവാം, വയനാട് 260 വരെ പോകാം, കണ്ണൂർ 630 വരെ പോകാം, കാസർഗോഡ് 220 വരെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ നിലയിൽ കാണുന്നത്. രണ്ടായിരത്തി 2024 റാങ്ക് ലിസ്റ്റിൽ തിരുവനന്തപുരം 1560 വരെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 1500 മുകളിൽ, അല്ലെങ്കിൽ 1500 അടുത്ത ആളുകളെ പ്രതീക്ഷിക്കാം. 1000 ആളുകളെ കൊല്ലത്തും, 600 ആളുകളെ പത്തനംതിട്ടയിലും, 900 ആളുകളെ കോട്ടയത്തും, 936 പേരെ ആലപ്പുഴയിലും, 660 പേരെ ഇടുക്കിയിലും, 1440 പേരെ എറണാകുളത്തും, 1236 പേരെ തൃശ്ശൂരും, 1050 പേരെ പാലക്കാടും, 1260 മലപ്പുറത്തും, 1140 കോഴിക്കോടും, 450 വയനാടും, 1200 കണ്ണൂരും, 420 കാസർഗോഡും പ്രതീക്ഷിക്കും. മെയിൻ ലിസ്റ്റിലാണെങ്കിൽ 1000 തിരുവനന്തപുരം, 600 കൊല്ലം, 460 പത്തനംതിട്ട, 550 കോട്ടയം ആലപ്പുഴ, 550 ആലപ്പുഴ, 600 കോട്ടയം, 460 ഇടുക്കി, 960 എറണാകുളം, 850 തൃശ്ശൂർ, 700 പാലക്കാട്, 860 മലപ്പുറം, 720 കോഴിക്കോട്, 300 വയനാട്, 750 കണ്ണൂർ, 760 കാസർഗോഡ്. 2020 നടന്ന അഡ്വൈസ് നോക്കാം. അതിനനുസരിച്ച് എത്ര മാറ്റമുണ്ട് 2022 എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ടോട്ടൽ അഡ്വൈസ് നമ്മൾ 2022 പ്രതീക്ഷിക്കുന്നത് 1300 പക്ഷെ 2020 തിരുവനന്തപുരത്ത് 1441 ഉണ്ടായിരുന്നു, അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അത് കൊല്ലത്തേക്ക് വരുമ്പോൾ 809. പിന്നെ പത്തനംതിട്ടയിലേക്ക് വന്നാൽ 571 ഉണ്ടായിരുന്നു. അത് 500
എത്തുള്ളൂ മാക്സിമം. പിന്നെ കോട്ടയത്ത് 707, ഇടുക്കി 845, ഇങ്ങോട്ട് നോക്കാം. 1541 തിരുവനന്തപുരം, 850 കൊല്ലം, 571 പത്തനംതിട്ട, 707 ആലപ്പുഴ, 845 കോട്ടയം, 581 എറണാകുളം, 581 ഇടുക്കി, 1186 എറണാകുളം, 1039 തൃശ്ശൂർ, 961 പാലക്കാട്, 997 മലപ്പുറം, 987 കോഴിക്കോട്, 372 വയനാട്, 960 കണ്ണൂർ, 530 കാസർഗോഡ്. സോ അതിൻ്റെ ഒന്നും അടുത്തെത്തുന്നില്ല അല്ലേ. അഡ്വൈസ് 530 ഉണ്ടായിരുന്നിടത്ത് കാസർഗോഡ് 350 വരെയൊക്കെ എത്തുള്ളൂ. 960 ഉണ്ടായിരുന്ന കണ്ണൂർ 630 എത്താൻ സാധ്യതയുള്ളൂ. അതുപോലെ 372 പോയിട്ടുള്ള വയനാട് 260 ഒക്കെ സാധ്യതയുള്ളൂ. പിന്നെ മലപ്പുറം എടുത്ത് നോക്കുകയാണെങ്കിൽ 997 ഉണ്ടായിരുന്നു. അത് 900 അടുത്താണ് എത്താനുള്ള സാധ്യത മലപ്പുറം. ഇനി 2024 ഓപ്പൺ കാറ്റഗറിയിൽ നമുക്കൊരു 870 പ്രതീക്ഷിക്കാം. കൊല്ലത്തേക്ക് വന്നാൽ 500, പത്തനംതിട്ട 400, ആലപ്പുഴ 450, 500 കോട്ടയം, 400 ഇടുക്കി, 800 എറണാകുളം, 700 തൃശ്ശൂർ, 550 പാലക്കാട്, 700 മലപ്പുറം, 600 കോഴിക്കോട്, 250 വയനാട്, 630 കണ്ണൂർ, 220 കാസർഗോഡ് എന്നിങ്ങനെ പ്രതീക്ഷിക്കും. 2022 കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 52.67 ആയിരുന്നു. കൊല്ലത്തേക്ക് വന്നാൽ 54.67, പത്തനംതിട്ട 53, ആലപ്പുഴ 48.67, കോട്ടയം 54.68, എറണാകുളം 49, ഇടുക്കി 49, എറണാകുളം 53, തൃശ്ശൂർ 55.33, പാലക്കാട് 54, മലപ്പുറം 53, കോഴിക്കോട് 54.33, വയനാട് 50.67, കണ്ണൂർ 55.33, കാസർഗോഡ് 51.33. ഇത് 2024 വന്നാൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് എക്സാമിൻ്റെ ടഫ്നെസ്സിനനുസരിച്ചും ആളുകളുടെ പെർഫോമൻസിനനുസരിച്ചും പിന്നെ ഈ ലിസ്റ്റിൻ്റെ വ്യാപ്തിക്കനുസരിച്ചും മാറ്റുന്നുണ്ട്. എത്ര പേര് അഡ്വൈസ് ചെയ്യുന്നുള്ള ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു 65 മുകളിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ കൊല്ലത്തേക്ക് വന്നാൽ 55 മുകളിലുണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 55 അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട 60 മുകളിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ 59 മുകളിൽ, 65 കോട്ടയം, ഇടുക്കി 63 മുകളിൽ, എറണാകുളം 66 മുകളിൽ, തൃശ്ശൂർ 61 മുകളിൽ, പാലക്കാട് 61 മുകളിൽ, മലപ്പുറം 66 മുകളിൽ, കോഴിക്കോട് 66 മുകളിൽ, വയനാട് 64 മുകളിൽ, കണ്ണൂർ 55 മുകളിൽ, കാസർഗോഡ് 60 മുകളിൽ. ഈ ഒരു രീതിയിലായിരിക്കും കട്ട് ഓഫ് വരാനുള്ള സാധ്യത. തിരുവനന്തപുരം 65 മുകളിൽ സാധ്യത കാണുന്നു. കൊല്ലം 55, പത്തനംതിട്ട 60, ആലപ്പുഴ 59, കോട്ടയം 65, ഇടുക്കി 63, എറണാകുളം 66, തൃശ്ശൂർ 61, പാലക്കാട് 61, മലപ്പുറം 66, കോഴിക്കോട് 66, വയനാട് 64, കണ്ണൂർ 55, കാസർഗോഡ് 66. ഈ രീതിയിൽ വരാനാണ് സാധ്യത. സോ എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വലിയൊരു ഡാറ്റയാവുമ്പോൾ നമുക്ക് പറയാനും ഡിഫിക്കൽട്ടായിരുന്നു, എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഡാറ്റയിലുള്ള മിസ്റ്റേക്കുകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡാറ്റ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വലിയ ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തെറ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇത് നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. എഫേർട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്.
സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ സൂം ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും. സോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞു പോകുന്നതിലേറെ ഡാറ്റ ആവുകൊണ്ട് ഏതാണ് ജില്ല കാണാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ഉണ്ടാവുമായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ ഒക്കെ നിങ്ങൾക്കത് ഒന്നുകൂടി എടുത്ത് വിലയിരുത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിലഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.